ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴയ ഒരു ഫ്രിഡ്ജ് പുതിയതുപോലെ ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നൊരു വീട്ടിലൊരു ഫ്രിഡ്ജാണിത്. അപ്പോൾ ഡബിൾ ഡോർ വരുന്ന ഒരു സാംസങ്ങിൻ്റെ അടിപൊളി ഫ്രിഡ്ജാണ്. അപ്പോൾ നല്ല പഴക്കമുണ്ട്. അപ്പോൾ അത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ പെയിൻറ്റ് കളറൊക്കെ മങ്ങി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരൻ പറഞ്ഞു നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് പ്രൈമർ ഒരു കോട്ട് അടിക്കണം. പ്രൈമർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ വണ്ടിക്കൊക്കെ അടിക്കണ പ്രൈമർ അടിക്കുക, NC പ്രൈമർ അടിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ പ്രൈമർ അടിക്കുന്നതിന് മുന്നേ നമ്മൾ നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം അടിക്കാൻ. ഉള്ളിലേക്കൊന്നും ആവാത്ത രീതിയിൽ മാസ്കിങ് ടാപ്പൊക്കെ ഒട്ടിച്ചിട്ട് വേണം അടിക്കാൻ. ഫസ്റ്റ് ഒരു കോട്ട് പ്രൈമർ അടിക്കുക. നമ്മൾ കംപ്രസറിൽ വേണം അടിക്കാൻ, സ്പ്രേ വേണം ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ബ്രഷ് കൊണ്ട് അടിച്ചാൽ ബ്രഷിൻ്റെ പാടുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടില്ല. NC പ്രൈമർ ആവുകൊണ്ട് തന്നെ ബ്രഷ് കൊണ്ട് അടിക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ കംപ്രസർ വെച്ചിട്ട് വേണം അടിക്കാൻ. പ്രൈമർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് നമ്മൾ നൈസായിട്ട് ഒരു കോട്ട് അടിക്കുക. പിന്നെ അതുപോലെ ഒന്ന് വലിഞ്ഞിട്ട് രണ്ടാം കോട്ട് ക്ലിയർ ആക്കിയിട്ട് അടിക്കുക. ഫസ്റ്റ് അടിക്കുമ്പോൾ നല്ല കവറിങ് ആയിട്ട് കിട്ടില്ല. പിന്നെ അതിൻ്റെ മുകളിൽ കവറിങ് ആക്കിയിട്ട് അടിക്കുക. അങ്ങനെ വേണം അടിക്കാൻ. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെയിൻറ്റും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റ് തന്നെ അടിക്കുക. എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ഉള്ളിൽ നല്ല തണുപ്പ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അടുക്കളയിൽ കബോർഡുകളൊക്കെ ഈ ഒരു സെയിം കളറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മാച്ച് ആവുന്ന സെയിം കളറാണ് നമ്മളിവിടെ എടുത്ത് അടിക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഒരു റഫായിട്ട് ഒരു കോട്ട് അടിക്കുക. പിന്നെ ഇതുപോലെ കവറിങ് ആക്കിയിട്ട് അതിന് മുകളിൽ അടിച്ച് കവറിങ് ആക്കിങ്ങാണ്ട് അടിക്കുക. അപ്പോൾ നമ്മൾ 2 or 3 കോട്ട് അടിക്കേണ്ടി വരും. അങ്ങനെ കവറിങ് ആക്കി അടിക്കുക. നമ്മൾ ഒരുമിച്ച് ഒറ്റയടിക്ക് കൂടുതലാക്കിയിട്ട് അടിക്കരുത്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ പെയിൻറ്റ് ഒലിച്ചിങ്ങാണ്ട് താഴത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ കവറിങ് ആക്കിയിട്ട് അടിക്കുക. പിന്നെ അതിന് മുകളിൽ നമ്മൾ ഒരു ക്ലിയർ കോട്ട് പാട അടിക്കണം. അത് നമ്മൾ വാഹനത്തിൽ അടിക്കുന്ന ക്ലിയറാണ് അടിക്കുന്നത്. അത് നല്ലതുപോലെ ഉഷാറാക്കിയിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം അടിക്കാൻ. ക്ലിയർ അടിക്കുമ്പോൾ നമ്മൾ ഗ്ലോസി തന്നെ എടുത്ത് അടിക്കുക. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റൊക്കെ നമുക്ക് പുതിയത് മേടിക്കുമ്പോൾ ഗ്ലോസി പെയിൻ്റ് ആക്കണം അതുമേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോസി ക്ലിയർ തന്നെ അടിക്കുക. അപ്പോൾ ഇങ്ങനെ വേണം അടിക്കാൻ. അപ്പോൾ ഇത് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2500-3000 രൂപയോളം ചിലവുണ്ട് ഇത് അടിക്കുമ്പോൾ. പെയിൻറ്റിന് അത്യാവശ്യം വില വരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള പെയിൻ്റ് ആവുകൊണ്ട് പെയിൻറ്റിന് അത്യാവശ്യം വില വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അടിക്കാൻ. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ള് ഫിനിഷായി. ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ ക്ലിയർ അടിച്ചാൽ, അതുപോലെ പെയിൻ്റ് അടിച്ചാൽ ഈ ഒരു ലെവലിലേക്കാണ് നമുക്ക് കിട്ടുക. നമുക്ക് പുതിയത് മേടിക്കുന്ന സെയിം കളറും അതുപോലെ സെയിം ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പഴയ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആയാൽ പെയിൻറ്റ് മങ്ങിക്കഴിഞ്ഞാൽ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ നമുക്ക് കുറേ ഫാനുകൾ അടിക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7-8 ഫാനോളം നമ്മൾ വൈറ്റ് കളറ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പെയിൻറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.